5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ബാക്കിയുണ്ട് എന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഒരു ഗഡു ഈ മാസം തന്നെ നൽകും. അടിയന്തര പ്രമേയം പ്രാധാന്യമുള്ള വിഷയമല്ല എന്നും പലതവണ ചർച്ച ചെയ്ത വിഷയമാണെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധി സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു ധനമന്ത്രി. അടിയന്തര സ്വഭാവമുള്ള ഒരു വിഷയമായിട്ട് ഇവിടെ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമല്ല സർ. 5 മാസത്തെ പെൻഷൻ ഡ്യൂസ് ഉണ്ട്. അതിവിടെ നേരത്തെ പറഞ്ഞാണ് 5 മാസക്കാലത്തെ പെൻഷൻ ഡ്യൂസ് ഉണ്ട്. പക്ഷേ ഈ മാസം തന്നെ ഒരു ഗഡുവും കൂടി കൊടുക്കുകയാണ് സർ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലെന്നാണ് ധനമന്ത്രി പറയുന്നത് എന്നും കുടിശ്ശിക കൊടുക്കാതിരിക്കാനുള്ള കൗശലമാണ് ഇത് എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനം. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കി, ഇതുപോലെ ഞങ്ങളെ പരിഹസിച്ചു. ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ 14 ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ 2 പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നില്ലേ? പത്രവാർത്തകൾ ശരിയാണെങ്കിൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ചർച്ച ചെയ്യേണ്ട എന്നാണ് സർക്കാർ നിലപാടെന്ന് പി.സി. വിഷ്ണുനാഥ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും സർക്കാർ ഇനിയും പാഠം പഠിച്ചിട്ടില്ല. പെൻഷൻ അവകാശമല്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത്. പൗരന്മാരുടെ ക്ഷേമത്തിൽ നിന്ന് സർക്കാർ പിന്മാറുകയാണ്. പാവങ്ങളുടെ പെൻഷൻ കൊടുക്കണമെന്നും സിനിമാ ഗാനം പാടി വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. സർ, മരുന്നിന് പൈസ ഇല്ലാത്ത ആൾക്ക് അവന് ഇന്നാ പൈസ കിട്ടണം. അവനോട് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ ടുഡേ അവാർഡ് തന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അതുകൊണ്ട് കുലീനരെ, ഉദാത്തരെ, ശുദ്ധമർദ്ദരെ, ഈ പാവങ്ങളുടെ